ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. നമുക്കൊരു അമ്മയെ ലഭിച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലും അധികാരമുള്ളൊരമ്മ. എന്റെ ദൈവം, ആരോടാണ് ഞങ്ങൾ ചന്തു പറഞ്ഞു ആ ഹല്ലേലൂയ വിളിച്ച് സ്വീകരിക്കത്. ഭാഗ്യമാ കൊച്ചേ. ഞാൻ പറയും, ദിവ്യകാരുണ്യം കഴിഞ്ഞാൽ നിന്റെ ഈ ഭൂമിയിലെ ഭാഗ്യം പരിശുദ്ധ അമ്മയാ. ദിവ്യകാരുണ്യം കൂദാശകൾ എന്ന് പറഞ്ഞ ക്രിസ്തുവാ. ആ കൂദാശകൾ ദിവ്യകാരുണ്യം കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തെ അമ്മ ഭാഗ്യം പോലൊരു ഭാഗ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ കാർലോ അക്യൂറ്റീസ് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് കിട്ടാത്തവര് അനാഥരാണ്. If you do not have Blessed Virgin Mary as your mother, you are an orphan. പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് സ്വീകരിക്കാത്തവരെല്ലാം അനാഥരാണെന്ന്. ആരോടാണോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ? അവങ്ങളെ എന്തോ സത്യമാണ്. Once you have Blessed Mother, പരിശുദ്ധ അമ്മ ഉള്ളപ്പോ എന്റെ പൊന്നു കുട്ടാ, നിനക്ക് അമ്മയുണ്ടടാ മോനെ. നിന്നെ ചേർത്ത് പിടിക്കാൻ, നിനക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ, നിനക്ക് കിടക്ക ഒരുക്കുവാൻ, നിന്നെ കാത്തു പാലിക്കാൻ നിനക്കൊരമ്മയുണ്ട്. ഹല്ലേലൂയ. അമ്മയുടെ പെരുന്നാളായിരുന്നു ഇന്നലെ. 8 നോയമ്പൊക്കെ എടുത്ത് മക്കള് ശരിക്കും ഞങ്ങൾ ഒരുങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ ഇരുന്ന് വചനം കേട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഭാഗ്യം, വലിയ ആനന്ദമാണ്. ഇന്ന് രാവിലെ വിമലയിൽ ഇങ്ങനെ വചനം പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അടുത്ത കാലം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. വചനം പറയുമ്പോൾ പരിശുദ്ധ ഭയങ്കര ഒരു സൗരഭ്യം ആൾത്താരം മുഴുവൻ നിന്നാണ്. ഒരു ഒരിക്കലും സ്മെല്ല് ചെയ്യാത്ത, ഒരിക്കലും അനുഭവിച്ച ഒരു ഭയങ്കര ഒന്നല്ല പറഞ്ഞ ഒരു ഹൃദ്യമായ ഒരു സൗരഭ്യം ആലയത്തിൽ ഇങ്ങനെ ആ വചനം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പടരുന്ന ഒരു അഭിഷേകം മാതാവ് തന്നു. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ ജീവൻ നിങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ, ഹല്ലേലൂയ, അമ്മ ഇങ്ങനെ അടുത്ത് വരുന്ന മക്കളെ ചങ്കു പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോ, ചങ്കു പറഞ്ഞ് നീ കരയുമ്പോ പരിശുദ്ധ അമ്മയുടെ അമ്മ ഓടി വരും. കൊച്ചു കരയുമ്പോൾ അമ്മ വരുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? കുഞ്ഞു കരയുമ്പോ അമ്മ ഓടി വരുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ സ്വർഗത്തിലെ അമ്മ പറന്നു വരും. നിനക്ക് ഒരു വേദന വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ സ്വർഗത്തിലെ അമ്മ പറന്നു വരും നിന്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. ആ ഭാഗ്യം മക്കളെ, ആ ഭാഗ്യമാണ്, ആ ആനന്ദമാണ് നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞായറാഴ്ച പരിശുദ്ധ ലിയോ പാപ്പ 2 വിശുദ്ധരെ നമുക്ക് തന്നിരിക്കുക. പ്രാർത്ഥിച്ചോളാൻ പറയുക. മിസ്റ്റർ കാർലോ അക്യൂറ്റീസ്, അദ്ദേഹത്തിന് എനിക്ക് കഴിഞ്ഞ ആഴ്ച വരെ ഈ പുണ്യാളിനെ ഇഷ്ടമില്ലായിരുന്നു. നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. കാരണം ഞാൻ കേട്ടത് മുഴുവൻ ഫുട്ബോൾ കളിക്കുന്ന വിശുദ്ധനോ, ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്ന വിശുദ്ധ എന്നൊക്കെ നമ്മൾ ആ പുണ്യാളനെ ഇത്രയും കാലം ഇട്ട് കൊന്നുകളയായിരുന്നു. ഈശോ എന്ന് കേട്ടാ, കുർബാനയെന്ന് കേട്ടാ പാമ്പ് പിടിക്കുന്ന ഒരു ചെറുക്കന്റെ പേരാണ് കാർലോ അക്യൂറ്റീസ്. അതുകൊണ്ടാണ് ആ കൊച്ച വിശുദ്ധനായത്. ആരാണ് പറയുന്നത്? അവൻ കമ്പ്യൂട്ടർ കളിച്ചുകൊണ്ടാന്ന്. നമ്മളെ എത്ര ചെറുതാക്കി കളിക്കുക നമ്മുടെ വിശ്വാസത്തെ. ഡു നോട്ട് ഡൈല്യൂട്ട് യുവർ ഫെയ്ത്ത് മക്കളെ. അട്രാക്റ്റീവ് ആക്കേണ്ട ഒരു കാര്യമല്ല വിശ്വാസം, അനുഭവമാക്കേണ്ടത് ആ വിശ്വാസം. കൊച്ചു അമ്മയും കൂടെ ഇങ്ങനെ പള്ളിക്കൂടത്തിൽ പോവുക. അവൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ. 10ാം ക്ലാസ് പാസ്സായ ഒരു ചെറുക്കന്റെ പേരല്ല കാർലോ അക്യൂറ്റീസ്. സെമിനാരി പോയിട്ടുള്ള ചെറുക്കന്റെ പേരല്ല കാർലോ അക്യൂറ്റീസ്. 10 ക്ലാസ് വേദപാഠം പഠിച്ചിട്ടുള്ള ചെറുക്കന്റെ പേരല്ല കാർലോ അക്യൂറ്റീസ്. ഹല്ലേലൂയ. പക്ഷെ അവനിങ്ങനെ പോകുമ്പോ പള്ളി കണ്ട ഓടും. ഈശോ അവിടെ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ മക്കളെ? പള്ളിമുറ്റത്ത് എന്തോരം വർത്താനം പറഞ്ഞിട്ടുണ്ട് നിങ്ങള്?
പള്ളിമുറ്റത്ത് എന്തോരം വർത്താനം പറഞ്ഞ് ഈശോ അവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ ഈശോക്ക് കൂട്ടുകൊടുക്കാൻ പോവാന്ന് പറഞ്ഞ് നിങ്ങളിൽ ആരെങ്കിലും പോയിട്ടെങ്കിൽ പറയുക, നിങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പോലും പറയാൻ പറ്റുന്നില്ല. നമുക്ക് ഈശോ എന്നൊക്കെ പറഞ്ഞ രൂപമാ മക്കളെ, പ്രതിമയാ. നമുക്ക് നമുക്ക് വിശ്വാസമൊന്നും ഇല്ല. സത്യത്തിൽ വിശ്വാസത്തോടെ ഒറ്റ ഒരെണ്ണം വിട്ടിരിപ്പില്ല. കുർബാന സ്വീകരിച്ചിട്ട് കാണിച്ച കോപ്പായം കണ്ടില്ലേ? If you really know Christ, കുർബാന കിട്ടിയ ബോധം കെട്ടി വീഴണം. ഇതേതാണ്ട് ഒരു ആചാരം പോലെ, അവിടെ മണ്ണ് കിട്ടുന്ന പോലെ ഇവിടെ കുർബാന സ്വീകരിക്കുന്നത്. എന്തെങ്കിലും നിനക്ക് നാക്ക് പൊള്ളിയിട്ടുണ്ടോ, തൊണ്ട പൊള്ളിയിട്ടുണ്ടോ, വയറ് പൊള്ളിയിട്ടുണ്ടോ? ഈ കൊച്ചു വിശുദ്ധനെ പ്രത്യേക നിങ്ങൾക്കറിയാവോ? 2006 വലിച്ച, ഇപ്പം എത്ര വർഷമായി? 19 വർഷം. ബോഡി ഈസ് ഇൻടാക്ട്. ഇന്ന് മരിച്ച കൊച്ചിന്റെ ശരീരം പോലെ കൊച്ചിന്റെ ശരീരം 20 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അസീസിയിലെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുക. ഒന്ന് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. അവങ്ങളെ കുർബാന വെറുതെ സ്വീകരിക്കരുത്. അക്ഷയമാക്കി മാറ്റും നിന്റെ ശരീരത്തെ. നിന്റെ ശരീരത്തെ, നിന്റെ ജീവിതത്തെ ഒരു തിരിശേഷിപ്പാക്കി മാറ്റാനുള്ള കഴിവ് ദിവ്യകാരുണ്യത്തിനുണ്ട്. അച്ചതി പറഞ്ഞ ഹല്ലേലൂയ, അച്ചതി പറഞ്ഞ ഹല്ലേലൂയ. അവങ്ങളെ നമ്മളെ കണ്ട, എനിക്ക് ഈ പുണ്യാളിനെ ഇഷ്ടമില്ല, സത്യം പറയുക. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ കുറച്ച് വായിച്ചു, ഈ പുണ്യാളിനെ പറ്റി കുറച്ച് കേട്ടു. അപ്പോഴാണ് മനസ്സിലായത് എന്താന്ന്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മെയ് മാസം 24, 2024 മെയ് 24 അസീസില ഈ പുണ്യാളിന്, ഫ്രാൻസിസ് പുണ്യാളിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ എന്നെ അസീസിൽ അടക്കണമെന്നൊരു ആഗ്രഹം. അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. മിലാനിലാണ്, അധികം ദൂരമല്ല, ഇറ്റലിയിൽ തന്നെയാണ്. നമ്മളൊരു ദൈവകൃപയല്ലേ, എന്നെ വേളാങ്കണ്ണി കൊണ്ട് അടക്കണമെന്ന് പറഞ്ഞ് നടക്കുമോ? ചിലപ്പം ഒരച്ഛനായതുകൊണ്ട് അവിടെ കൊണ്ട് അടക്കാനുള്ളതൊക്കെ ചെയ്ത് ചിലപ്പം നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളെ പറ്റത്തില്ല, നിങ്ങൾ അടക്കത്തില്ല അവിടെ, ഉറപ്പാ. ഈ ബാലൻ മെത്രാനച്ചന്റെ പേരല്ല കാർലോ അക്വിറ്റസ്, രൂപതയിലെ വികാരി ജനറാളിന്റെ പേരല്ല കാർലോ അക്വിറ്റസ്, 10ാം ക്ലാസ് പൂർത്തിയാകാത്തൊരു ചെറുക്കന്റെ പേര് കാർലോ അക്വിറ്റസ്. അവന് അന്ത്യാഭിലാഷമായിരുന്നു അസീസി കൊണ്ട് അടക്കണം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എവിടെ അടക്കണം നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ മക്കളെ? പറ, നിങ്ങൾ എവിടെ അടക്കണ്ടേ? ഏതെങ്കിലും കുഴി കൊണ്ടിട്. അതിനപ്പുറത്ത് സ്വർഗത്തിന്റെ വാതിൽ നീ കണ്ടിട്ടുണ്ടോടാ കൊച്ചേ? ഉണ്ടാതിരിക്കുക എല്ലാവരും കൂടെ. ശമ്പളം കൂട്ടുന്നതിനെ പറ്റി നിങ്ങൾ പറയും, ജോലിയെ പറ്റി നിങ്ങൾ ചിന്തിക്കും, കഴിക്കേണ്ട ഭക്ഷണത്തെ പറ്റി നിങ്ങളെ കൊണ്ടുപോയി വെക്കേണ്ട ആൾക്കാർ ഏതാന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അടുത്ത വിശുദ്ധുണ്ട്, പിയർ ജിയോർജിയോ ഫ്രസാത്തി, 24 വയസ്സ്. പറഞ്ഞു, എൻ്റെ മരണം, നമുക്ക് അടുത്ത കുർബാനയ്ക്ക് ഫ്രസാത്തിയെ പറ്റി പറയാം. എൻ്റെ മരണമായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള ദിവസം. ഇവിടെ പേടിയാ, മരണഭയം. എന്നിട്ട് മാനസിക രോഗി ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. ജീവിക്കുക കൊച്ചുങ്ങളെ. ടുഡേ ഈസ് ദ ഡേ. നിങ്ങൾക്ക് എത്ര വയസ്സോ എന്ത് അവസ്ഥയായിക്കോളെ, ഇന്ന് ജീവിക്കണം കൂട്ടാ. ദൈവത്തോടൊപ്പം ജീവിക്കുക. ഹല്ലേലൂയ. മക്കളെ, ഈ വിശ്വാസപരമായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അല്ല മക്കളെ. ഇത് നിങ്ങൾ ബലപ്പെടാൻ പോവുക, നിങ്ങൾ പറക്കാൻ പോവുക, ജീവിതത്തിൽ തീക്ഷ്ണതയുള്ളവരാകാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കുർബാന ഒന്ന് ആലോചിച്ചോക്കെ. പറയുക, 7 വയസ്സുള്ള കൊച്ച്, അവ കുർബാന സ്വീകരിച്ചിട്ട് അല്ലെ കുർബാനയുടെ മുമ്പേ അവൻ മുട്ടുകുത്തിക്കുന്ന കാണണം. മക്കളെ, കുർബാനയോട് അങ്ങനെ ഭക്തി തോന്നിയിട്ടുണ്ട് നമുക്ക്. എനിക്ക് വിശുദ്ധന് പെരുത്ത് ഇഷ്ടമാണ്. ഒരാഴ്ച മുമ്പ് വരെ ഞാൻ പറയാം, ഞാൻ വായിക്കത്ത് പോലും ഇല്ലായിരുന്നു, ഒരു ക്ലിപ്പ് കണ്ട നോക്കത്ത് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു 2 വർഷം മുമ്പ് കൊച്ചിയിലൊരിടത്ത് 2-3 കൊല്ലം അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ കാർലോ അക്വിറ്റസിന്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്നു. ഞാൻ പോയി മുത്തിയേച്ചൊക്കെ പോകുന്നു. എന്താ പറയണേ, ബിയർ കുടിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന ചെറുതാക്കൽ മക്കളെ, വിശുദ്ധരെ ചെറുതാക്കൽ. അവരുടെ അസ്ഥിക്ക് ഫുട്ബോളല്ല ഇരിക്കുന്നത്. ചിലയിടത്തൊക്കെ ഫുട്ബോൾ വെച്ചേക്കുന്ന വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കുർബാന വെക്കും അവൻ്റെ ദേഹത്ത്. അങ്ങനെയുണ്ട്.
നമ്മളിങ്ങനെ പറക്കാൻ പോകുന്ന ചെറുക്കനെയല്ല, കുർബാന നെഞ്ചത്തിങ്ങനെ വെച്ചൊരു പടമുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാർലോക്കിറ്റിസിന്റെ കുർബാന ഇങ്ങനെ നെഞ്ചത്ത് ഒരു 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 മോൺസ്ട്രൻസ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നു. എനിക്ക് ആ പുണ്യാളെ എനിക്കിഷ്ടം. ചെറുക്കന് ലുക്കേമിയ, ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ. എന്നാ പറഞ്ഞതെന്നറിയാവോ? ദൈവമേ, ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡേ, എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ ദിവസം. 14 വയസ്സുള്ള കൊച്ചു പറയുന്ന നിങ്ങൾ ഓർത്തോണം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിപ്പോയി. നീ മരിച്ചു പോടാ, ഈ അസുഖം കൊണ്ട് നീ മരിച്ചു പോകും, നീ തീർന്നു. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർമാരോ സാരമില്ല, നീ നോക്ക്, പ്രാർത്ഥിക്കാം നമുക്ക്. ഇപ്പോൾ ഇല്ലാത്തതെല്ലാം നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും. നമ്മുടെ നാടും സായിപ്പിനെ പോലെ ആയിക്കൊണ്ടിരിക്കുക. കൊച്ചനോട് പറഞ്ഞു, നീ മരിച്ചു പോടാ കൊച്ചെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ മരിക്കത്തില്ലമ്മ, മരിക്കത്തില്ല. അവൻ പറഞ്ഞു കൊടുത്തു. ക്രിസ്തു മരിച്ചതോടുകൂടി ക്രിസ്ത്യാനിയുടെ മരണം തീർന്നു. ക്രിസ്തുവിന്റെ മരണം എന്ത് ചെയ്തെന്നറിയാമോ? എല്ലാ മരണങ്ങളെ കഴുകിക്കളഞ്ഞു. ഇനി ക്രിസ്ത്യാനി മരിക്കുക എന്ന് പറഞ്ഞ, വിശ്വാസി മരിക്കുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അവൻ ജീവിക്കുക, അവൻ ജനിക്കുക എന്ന. ഒരു സെമിനാറിലും പഠിച്ചിട്ടില്ല. പൗലോസ്ലീഹ പറഞ്ഞ മുഴുവൻ തിയോളജിയും കൂടെ ചെറുക്കൻ പറഞ്ഞു തരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം ഈ അക്യൂറ്റസിനെ. ഞാൻ അക്യൂറ്റസിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. കാർലോ, കുർബാനയോടുള്ള സ്നേഹം എനിക്ക് കുറച്ചും കൂടെ താടാ കൊച്ചേ, താടാ കൊച്ചേ. അവളെ ആ കൊച്ച് അവന് മരിച്ചു കഴിഞ്ഞ അമ്മയ്ക്ക് ദർശനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞേ. നിങ്ങൾക്കറിയാവോ? ആ കൊച്ച് മരിച്ചതിന് ശേഷം 43-ാം വയസ്സിൽ ഇവൻ്റെ അമ്മ ആൻഡ്രിയ ഗർഭിണിയായി. ഹലോ, ആ കഴിഞ്ഞ ദിവസം കുർബാനയ്ക്ക് നിങ്ങൾ കണ്ടോ? അപ്പനും അമ്മയും ആങ്ങളെയും പെങ്ങളും കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മരണക്കുർബാനയെ കൂടിയിട്ടുള്ളൂ, ഞാൻ ഉൾപ്പെടെ കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധരാക്കുന്നൊരു കുർബാന കൂടാൻ പറ്റിയെങ്കിൽ എൻ്റെ ദൈവമേ, ചിന്തിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു പ്രിൻസ് ലൂക്കോസ്, ഒരു വിശുദ്ധനായ മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഇനി ഇവിടെയും വിമലഗിരിയിലും ഒക്കെ കുർബാനയ്ക്ക് വന്ന് കയ്യും കൂപ്പി നിൽക്കുന്ന പയ്യൻ. ആരോ എന്നോട് ചോദിച്ചു, എന്താ വെച്ചാ അങ്ങനെ? ഞാൻ പറഞ്ഞു, സ്വർഗം ഈസ് ദി ആൻസർ. ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്ന് ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകണം. അവകളെ ദിവസവും അനുദിനം ഡെയിലി കമ്മ്യൂണിക്കൻറ്റ്, എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്ന യുവാവായിരുന്നു അദ്ദേഹം. ഇലക്ഷനൊക്കെ നിന്ന് വരാതെ, പക്ഷെ അവൻ ഇലക്ഷന് ജയിച്ചതായത്. ഇത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഇലക്ഷൻ ജയിച്ചതാണ്. ഞാൻ ആത്മാവ്, എനിക്ക് ഒരു പേടിയല്ല, നിങ്ങൾ എന്നെ പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. ഒരാളുടെ ആത്മാവിനെ പറ്റി പറയാൻ ഒരു പുരോഹിതന് കടമയുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. വെള്ളമുണ്ടും വെള്ള ഷർട്ട് വിട്ട വെളുത്തവനെ, അവന് വെളുത്ത ഹൃദയം, തൂമഞ്ഞ് പോലത്തെ ഒരു ഹൃദയം ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ളൊരു ഹൃദയം ഉണ്ടായിരുന്നു. അത് സ്വീകരിച്ചുകൊണ്ടിരുന്നു മക്കളെ. ജീവിതം നല്ല ബലത്തോ, കുർബാനയുടെ മുമ്പിൽ ആരാധന ചാപ്പല് അങ്ങനെ വായി എന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ആൻസർ ഈസ് ഗാഡ്, ആൻസർ ഈസ് ഹെവൻ. അതുകൊണ്ട് നമുക്കൊരു ധൈര്യം വേണം. വേളാങ്കണ്ണിക്ക് പോയി വന്നതാണ്. ഇത്രയും ഭാഗ്യപ്പെട്ട ജീവിതമുണ്ടോ? ശനിയാഴ്ച രാവിലെ, ആദ്യ ശനിയാഴ്ച വിമലേരി പള്ളിയിലുണ്ടായിരുന്നു കുർബാനയ്ക്ക്. അത് കഴിഞ്ഞ ശേഷം പോയതാണ്. ഐ വിൽ കോൾ ഹിം എ സെയിൻറ്റ്. നിങ്ങളെന്ത് വേണം വിളിച്ചു. എൻ്റെ വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്ന ഇത്. ദൈവത്തെ അത്രയ്ക്ക് മാനിച്ചിരുന്നു, ദൈവവചനത്തെ അത്രയ്ക്ക് ആശ്രയിച്ചു. ഇടവപ്പള്ളി ഞാൻ ശുശ്രൂഷയ്ക്ക് 2-3 തവണ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടവപ്പള്ളിയിൽ മുമ്പിൽ വന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ക്രിസ്തുവിനോടുള്ള, നിനക്ക് എന്നാ തൊട്ടുണ്ട് നീ എന്നാ പുള്ളി ആയിക്കൊള്ളട്ടാ, നിനക്ക് കുർബാനയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, നിനക്ക് ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കുഞ്ഞെ, നിന്റെ ജീവിതത്തെ അത് മാറ്റിമറിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞില്ല, കാർലോക്കിറ്റിസിന്റെ കഥ പറഞ്ഞു വരികയായിരുന്നു. ഇടയ്ക്ക് പോയി. കഴിഞ്ഞ വർഷം മെയ് മാസം 24-ാം തീയതി ഒരമ്മ പുണ്യാളിനെ അടക്കിയിരിക്കുന്ന അസീസിയിലേക്ക് പോയി. കാരണം തൻ്റെ മകള് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ അവൾ വീണ് തല ചതഞ്ഞ് തകർന്ന് തരിപ്പണമായി വെന്റിലേറ്ററിലാണ്.
തിരിച്ചു വരില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുക. അക്വിറ്റിസിൻ്റെ പ്രായമുള്ള മോളോ മറ്റുവാ. ഈ അമ്മ പോയി അസീസിൽ പോയി. അക്വിറ്റിസിൻ്റെ നിങ്ങൾക്കറിയാലോ, 19 കൊല്ലം കഴിഞ്ഞിട്ടും അതുപോലെ ഇരിക്കുക ആ ശരീരം. അവിടെ കൊണ്ട് എഴുതി വെച്ചു, എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടണം. 2024 മെയ് മാസം 24-ാം തീയതി അവരുടെ കുഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റപ്പെട്ടു, സ്വയം ശ്വസിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോയി സ്കാൻ ചെയ്തപ്പോൾ ആ കുട്ടിയുടെ തലയോട്ടിയിൽ ഒരു പ്രശ്നവുമില്ല, തല നോർമലായിട്ടിരിക്കുന്നത് കണ്ടു. സഭയിൽ ഒരു വ്യക്തിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ 2 അത്ഭുതങ്ങളെങ്കിലും നടക്കണം. ഇത് 2ാമത്തെ അത്ഭുതമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോസ്റ്ററിക്കയിൽ നിന്നുള്ള പെൺകുട്ടി, അവളുടെ പേര് ഞാൻ മറന്നുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവളെ ചങ്കുകൊണ്ട് ഹല്ലേലൂയ ഒക്കെ പറഞ്ഞു പഠിക്കും. ഹല്ലേലൂയ. ഫെയ്ത്ത് ഈസ് ട്രൂ. ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് ട്രൂ. ക്രിസ്തുവിലുള്ള വിശ്വാസം സത്യമാ മക്കളെ. ക്രിസ്തുവിലുള്ള വിശ്വാസം സത്യമാ. അവൻ 11-ാം വയസ്സിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി. 2011 അല്ല 2011 2001 ഒന്ന് ആലോചിച്ചു. നിങ്ങൾ കമ്പ്യൂട്ടറാണ്, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2001 വിദേശത്ത് പഠിക്കാൻ പോകുന്നത്. ഞാൻ പെട്ടിയെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചവിടെ ഇരുന്നുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. 136 കുർബാനയുടെ അത്ഭുതങ്ങളുടെ വെബ്സൈറ്റ്. അവനതിനടിയിൽ എഴുതി കുർബാനയെ പറ്റിയുള്ള അവന്റെ ധ്യാനങ്ങൾ എഴുതി വെച്ചു. 5 ഭൂഖണ്ഡങ്ങളിൽ അവൻ എക്സിബിഷൻ നടത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ, നമ്മുടെ ഈ കൂടാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാർലോ അക്വിറ്റിസിന്റെ തിരിശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 136 ദിവ്യകാന്യ അത്ഭുതങ്ങൾ, കാർലോ അക്വിറ്റിസ് ക്രമീകരിച്ച ദിവ്യകാന്യ അത്ഭുതങ്ങൾ. എനിക്കിത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ബൈബിൾ കൺവെൻഷന് പുറകെ കെട്ടിവെച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. അത് കൊണ്ട് നടക്കുന്ന അപ്പന്റെയും അമ്മയുടെയും മകനെ ഇന്നൊരു പുരോഹിതനാ. ചേട്ടന്മാര് ചേച്ചിമാര് കേൾക്കുന്നുണ്ടോ ഈ പറയണേ? ഈ ദിവ്യകാരുണ്യ അത്ഭുതവും ചുമന്നോട് നടന്നിട്ട് ആ സമയത്ത് അവർക്ക് ജനിച്ചൊരു കൊച്ചുണ്ടായി. അവനിന്ന് സഭയിലെ പുരോഹിതനാ. കുർബാനയെ സ്നേഹിക്ക്. നിന്റെ വീട്ടുമുറ്റത്ത് പള്ളി ഉണ്ടാവും. നിന്റെ മക്കൾ പുരോഹിതരാകും. നിന്റെ മക്കള് സന്യസ്തരാകും. നിങ്ങളുടെ കുടുംബത്തിന് സ്വർഗ്ഗത്തോട് ദൈവത്തോട് ബന്ധമുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്ന് അച്ഛന് എന്തോ കാർലോ അക്വിറ്റിസിന്റെ ഒരു ഓർഗനൈസേഷന്റെ നിങ്ങൾ കണ്ടു കാണും, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, അച്ഛനെ കാണിക്കുന്നുണ്ട്. ആ കുർബാനയിലൊക്കെ പങ്കെടുത്തു. ഈ അമ്മയുമായിട്ടും ആ കുടുംബമൊക്കെ ഇട്ടൊക്കെ നല്ല ബന്ധത്തിൽ അച്ഛൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ വിശുദ്ധനാകാനുള്ള വിളിയാ മക്കളെ. അത് അഹങ്കാരത്തിനൊന്നും അല്ലെന്നോ, ഒരു ആനന്ദത്തിനാ മക്കളെ. വിശുദ്ധനാകുന്നത് അഹങ്കാരത്തിനല്ല കേട്ടോ. വിശുദ്ധനാകുന്നത് ഒരു ആനന്ദത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരാണ്. നമ്മൾ ഇതിനെപ്പറ്റി പറയണം മക്കളെ. ഞാൻ പറഞ്ഞില്ലേ, ഐ വാസ് മിസ്അണ്ടർസ്റ്റുഡ് സേ കാർലോ അക്വിറ്റിസ്. സോറി കാർലോ അക്വിറ്റിസ്. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ആത്മാർത്ഥയോട് പറയാം, കൺഫെഷനായത്. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് എനിക്ക് ആളെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാനപ്പോൾ ദൈവമേ വിശുദ്ധനാകാൻ പോകുന്ന ആളെ എനിക്ക് തന്നെയാണോ താല്പര്യമില്ലാത്തത്? ഒന്നും പറഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ഈ മനുഷ്യൻ, ഈ പയ്യൻ എന്നെ തീ പിടിപ്പിച്ചിരിക്കുക. അവനെൻ്റെ അധ്യാപകനായിട്ട് മാറിയിരിക്കുക. അവനെൻ്റെ കുർബാനയുടെ മാഷായിട്ട് മാറിയിരിക്കുക. കുർബാന ചൊല്ലിയിട്ടില്ലാത്തവൻ 10-30 കൊല്ലം കുർബാന ചൊല്ലിയവൻ്റെ മാഷായിട്ട് മാറുക, കുർബാനയുടെ മാഷായിട്ട് മാറുക അവൻ. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, പിന്നെ ഞാൻ എന്നാ പറഞ്ഞു തരാനാ നിങ്ങളോട്? ഹല്ലേലൂയ. നമ്മളെ നോക്കിയേ, കുർബാന ഓടിപ്പോവും. എന്താ രണ്ടാമത്തെ രസം കേൾക്കണം നിങ്ങൾക്ക്? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുക. ഒരാൾക്കൊരു വേദന ഉണ്ടായാലേ അത് കാർലോ അക്വിറ്റിസിന്റെ വേദനയാണ്. ഹലോ, 10 വയസ്സുള്ള ചെറുക്കനെ ക്ലാസ്സിൽ ആരെങ്കിലും വരുന്ന കാര്യം എന്താ അത് പ്രത്യേകത? ഈശോയെ അവൻ സ്വന്തമാക്കി.
എന്റെയും നിങ്ങളുടെയും നൊമ്പരം ഈശോയുടെ നൊമ്പരമാ മക്കളെ. കുർബാനയുടെ കാർലോ അക്യൂറ്റസിന്റെ നൊമ്പരമായിരുന്നു ആരെങ്കിലും വേദനിച്ച. ഹല്ലേലൂയ. വലിയ പൈസയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളൊരു കുടുംബമാണ്. പാവങ്ങൾ ആരെയും കണ്ടാൽ അവൻ്റെ ഭക്ഷണം കൊടുക്കും. പറയുന്നുണ്ട്, ഈ രണ്ട് വിശുദ്ധരുടെയും കഥ പറയുന്നത് എങ്ങനെയാ? അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്തുള്ള മുഴുവൻ പാവങ്ങളും അവരുടെ വീട്ടുമുറ്റത്തെത്തി. പതിയെ ഫ്രസാറ്റി നമ്മൾ അടുത്ത കുർബാനയിൽ പറയാൻ പോകുന്ന വിശുദ്ധൻ നിങ്ങൾക്കറിയാം. നാട്ടിലെ പിച്ചക്കാരും രോഗികളും പാവങ്ങളും ഒക്കെ വലിയൊരു ജനക്കൂട്ടമായിട്ട് മാറുക മക്കളെ. മരണത്തിലാണ് ഈ വിശുദ്ധനാകുന്നത്. ജീവിച്ചിരിക്കും അവൻ കൈപൊക്കി പിടിച്ച് എത്ര ഒച്ചത്തിൽ ചങ്ക് പറഞ്ഞ് ഹല്ലേലൂയ വിളിച്ചാലും നീ വിശുദ്ധനാവത്തില്ല. മരണസമയത്ത് അറിയൂടെ കൊച്ച നീ വിശുദ്ധനാണോ അല്ലയോ എന്നുള്ളത്. മരണം ഒരു ഉരകല്ല മക്കളെ. ഒരുവൻ വിശുദ്ധനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഉരകല്ലിന്റെ പേരാ ഹല്ലേലൂയ. സ്വർണ്ണമാണെന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരയ്ക്കത്തില്ലേ എന്ന് പറയുന്നതില്ല. മരണമെന്ന് പറഞ്ഞ ഉരകല്ല മക്കളെ. ആന്നാരോ ഉരച്ചോ ഇന്നു മുതൽ ജീവിച്ച മക്കളെ, കഴിഞ്ഞത് വിട്ടേര്. ഇന്നു മുതൽ കുർബാനയോടൊക്കെ ഒരു ആഴമേറിയ സ്നേഹവും കുർബാനയോടൊക്കെ ഒരു ആഴമേറിയ ബന്ധവും ഒക്കെ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. വലതുനിവർത്തി ഹല്ലേലൂയ. നമുക്ക് ഈശോയിലേക്ക് കുർബാന ദിവസം പള്ളിയിൽ പോകാൻ ഒരു തീരുമാനം എടുക്കും. കുർബാന സ്വീകരിക്കാൻ ഒരു തീരുമാനം എടുക്കുക. ഹല്ലേലൂയ. എന്നൊരു മകള് പള്ളിയിൽ വന്ന വിമലേരി കത്തീഡ്രലിൽ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. 18-ാം വയസ്സിലെ 19-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അന്ന് മുതൽ ഈശോ അറിയാൻ തുടങ്ങി. ഇന്ന് 40-40 വയസ്സുണ്ട് പെൺകുട്ടി. അവളിന്ന് വിദേശത്തേക്ക് പോവുക. ഇന്ന് വൈകിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം കിട്ടാഞ്ഞിട്ട് അവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാ. അവളുടെ ഭർത്താവിൻ്റെ ഒരു വലിയ മേജർ സർജറിയുടെയൊക്കെ കഥ ഇവള് പറയുക. ഇവള് പറയുന്നത് എന്താണെന്നറിയോ? അവളുടെ കൂട്ടുകാരൻ ഈശോ, അവളുടെ ബിലവഡ് ഈശോ എന്തു പറ്റി? ഒരു മേജർ സർജറിക്ക് കെട്ടിയോൻ കടന്നു പോയിട്ട് വേദന എന്തെന്ന് അവൻ അറിഞ്ഞില്ല. ഇവള് പറയാ സർജറിയുടെ സമയത്ത് ചോര വന്ന് കാണും, പിന്നെ ഒരു ചോരത്തുള്ളി ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് വന്നിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവങ്ങളെ, ഈശോയുമായിട്ടുള്ള ബന്ധം ഈ കേൾക്കുന്ന എല്ലാവരോടും പറയണത്. ഈശോയുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകളിൽ നിങ്ങൾ പോകണം. ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകളിൽ പറ്റുമെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു രാത്രി നിങ്ങൾ പോയി കർത്താവിന്റെ മുമ്പിൽ ഇരിക്കണം. ഹല്ലേലൂയ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ഇത് വായിച്ചു വന്ന മനസ്സിൽ വല്ലാത്തൊരു നിർബന്ധം തോന്നി. കുർബാനയാണ് ഇന്നത്തെ വചനം. ഈ 6-ാം അധ്യായം എടുക്കാൻ വല്ലാത്തൊരു നിർബന്ധം കിട്ടി. അതുകൊണ്ട് പെട്ടെന്ന് കടന്നു പോവുക. 6-ാം അധ്യായത്തിൽ യേശു മലയിലേക്ക് കയറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിയർ ജോർജിയോ ഫ്രസാറ്റിയുടെ കഥ പറയുമ്പോൾ പറയും ടു ദ ഹൈറ്റ്സ്. ഹല്ലേലൂയ. 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 വർസോ അലാർത്രോ എന്നങ്ങ മറ്റോ പറയുന്നത് ഉന്നതങ്ങളിലേക്ക്. ഈശോ മലമുകളിൽ എത്തുമ്പോഴത്തേന് ഈ ഫ്രസാറ്റി പറയും, ഇപ്പൊ ഒന്ന് കൈനീട്ടിക്ക് സ്വർഗത്തെ തൊടാൻ പറ്റും. ഇപ്പോഴൊന്ന് കൈനീട്ടിക്ക് ദൈവത്തെ തൊടാൻ പറ്റും. മലമുകള്, തിരക്കുകളില്ലാത്ത, തിന്മകളില്ലാത്ത, ലോകത്തിന്റെ ബഹളങ്ങളില്ലാത്ത മലമുകളെ സ്നേഹിച്ച അവൻ ഇന്ന് ഏറ്റവും വലിയ മലമുകളില് സ്വർഗീയ സിയോൻ മലയില് അവൻ ഇപ്പോൾ കൂടുകൂട്ടിയിരിക്കുക. ഹല്ലേലൂയ. അവങ്ങളെ മാറണം ഇടയ്ക്കൊക്കെ. തിരക്കുകളിൽ ജീവിതത്തിൽ ഒരുപാട് തിരക്കും വിഷമവും പ്രയാസമില്ലാത്ത ആരാന്നുള്ളത്? സങ്കടമില്ലാത്ത ആരാ? സങ്കടം എന്നൊക്കെ പറയാൻ താഴ്വാരമാ മക്കളെ. ദുഃഖങ്ങൾ അതിൽ നിന്ന് പതുക്കെ ഒന്ന് കേരളോടാ കൊച്ചി. ഇടയ്ക്കൊക്കെ നീ ഒളിച്ചു പോകണം. ദൈവസന്നിധിയിലേക്ക് നീ ഒളിച്ചു പോകണം. ഒരു ദിവസമൊക്കെ ദൈവസന്നിധി പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം. കേട്ടോ വല്ലവരും? ഹല്ലേലൂയ. നിങ്ങളിത് അറിയണം. നിങ്ങളത് അറിയണം. ഇത് ശരി, ഇങ്ങനെ എല്ലാ ആഴ്ചയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമായത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞൊരു കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിച്ച് പള്ളിക്കകത്ത് പിടിച്ച് കെട്ടിയിടണം. നിങ്ങളെ പള്ളിക്കകത്ത് കയ്യും കാലും കെട്ടിയിടണം. പരിശുദ്ധാത്മാവ് അഴിച്ചു വിടുമ്പോഴേ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാവുള്ളൂ. ബസ്റ്റ് കക്ഷികളോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. യേശു മലയിലേക്ക് കയറി, ടു ദ മൗണ്ടൻ. നമ്മളെപ്പോഴും മനസ്സിൽ ഈ ഒരു ധ്യാനം ഉണ്ടാകണം, ടു ദ മൗണ്ടൻസ്. മല കയറാത്തവന് കാൽവരി കുരിശിനെ തൊടാൻ പറ്റത്തില്ല.
കാൽവരി കുരിശ് നാട്ടിയിരിക്കുന്ന മലമുകളിലാണ് മക്കളെ. ഈശോ മലയിലെ പ്രസംഗം, മലയിൽ കയറിയവനെ സുവിശേഷം കേൾക്കാൻ പറ്റത്തുള്ളൂ. മലയിൽ കയറിയവനെ സുവിശേഷം കേൾക്കാൻ പറ്റത്തുള്ളൂ. മലയിൽ കയറിയവനെ സ്വർഗത്തെ തൊടാൻ പറ്റത്തുള്ളൂ. മലയിൽ കയറിയവനെ ദൈവത്തെ തൊടാൻ പറ്റത്തുള്ളൂ. ഒച്ചത്തി പറ ഹല്ലേലൂയ, ഒച്ചത്തി പറ ഹല്ലേലൂയ, ഒച്ചത്തി പറ ഹല്ലേലൂയ, ഒച്ചത്തി പറ ഹല്ലേലൂയ, ഒച്ചത്തി പറ ഹല്ലേലൂയ. അവൻ മലയിലേക്ക്, ശിഷ്യന്മാർ അവനോടുകൂടെ. ശിഷ്യന്റെ പ്രത്യേകതയാണ് മക്കളെ, കൂടെ കൂടെ മലമുകളിലേക്ക് പോകുന്നവൻ ക്രിസ്ത്യാനി, കൂടെ കൂടെ മലമുകളിലേക്ക് പോകുന്നവൻ വിശ്വാസി. മലമുകൾ എന്ന് പറഞ്ഞ ദേവാലയമാ. ഹല്ലേലൂയ. ഇരിക്കാൻ പറ്റണില്ല വീട്ടില്, ഒരു നിർബന്ധം തോന്നുക, ഉള്ളിലൊരു നിർബന്ധം തോന്നുക. ഇന്നലെ ഞങ്ങൾ ഇറങ്ങി വരുമ്പം ഒരു കുടുംബം കോതമംഗലത്തു നിന്ന് വന്നിരിക്കുക. കോതമംഗലം അപ്പുറത്തു നിന്നാണ്. ആദ്യമായിട്ട് വെമ്പിലേരി പള്ളി കണ്ട് ഇങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കുക അവർ. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള പള്ളി എന്ന് പറഞ്ഞൊരു എവിടെയോ ഒരു വീഡിയോ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിൽക്കുക, പമ്മി നിൽക്കുക. അപ്പം അജീജനും ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇറങ്ങി വരുമ്പം ചോദിച്ചു, എന്നാ ചേട്ടാ? ചോദിക്കാൻ പേടിയാ, എന്നാലൊരു ഫോട്ടോ. ചേട്ടൻ ഒരു ഫോട്ടോ എടുത്ത്, നമ്മൾ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഇവിടെ അനുവാദമില്ല. നിൻ്റെ ആഗ്രഹമില്ലടാ, ആരും കാണാതൊരു ഫോട്ടോ എടുത്ത് നീ വീട്ടിൽ പൊക്കോ. പള്ളിയോടും ദൈവത്തോടൊക്കെ ചേർന്ന് നിൽക്കാനൊരു ആഗ്രഹം തോന്നിയാലേ അതിനകത്ത് കള്ളത്തരമില്ല. അതായിരിക്കണം ലക്ഷ്യം. ഈ പള്ളിയോട് ചേർന്ന്, ഈ അമ്മയോട് ചേർന്നൊരു ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചുകൊണ്ട് പൊക്കോ. ദൈവങ്ങളെ, ഒരു ഇതിലും വലിയൊരു ആഗ്രഹമൊക്കെ എന്താ മക്കളെ ഉള്ളത്? ഇതിലും വലിയൊരു ആഗ്രഹം. കാർലോ പറയുന്ന ഒരു കാര്യമില്ലേ, കാർലോയുടെ പേരൻസ് പറയുന്ന അക്യൂറ്റീസിൻ്റെ അപ്പമ്മനും അമ്മയും നമുക്ക് ഹോളി ലാൻഡിൽ പോകാമെന്ന് പറഞ്ഞു. ഈശോ ചെറിയ, എനിക്ക് ഏറ്റവും ഇഷ്ടം, മൈ ഫേവറേറ്റ് പ്ലേസ് ഹോളി ലാൻഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലോകത്തിലെ ഭാഗം അത് വിശുദ്ധ നാടാണ്. അക്യൂറ്റീസ് പറഞ്ഞു, എന്തിനാ അമ്മ അവിടെ പോണേ? ഈശോയുടെ അടുക്ക പോവാം, നമുക്ക് സക്രാരിയുടെ മുമ്പിൽ പോകാം. നിങ്ങൾക്കൊരു ട്രിപ്പ് കിട്ടിയാൽ നിങ്ങൾ പോവോ? ഞാൻ പോകും. നിങ്ങൾ പോകുന്നത്, നിങ്ങൾ 2 തവണ ഓടും, എന്നെക്കാളും മുമ്പിൽ ഓടും. ഹല്ലേലൂയ. ഈ കൊച്ചു പയ്യന്റെ മനസ്സിൽ അവന് കാണാൻ ഇഷ്ടമുള്ള ഒരേ ഒരു സ്ഥലം അസീസി ആയിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിന്റെ അടക്കിയിരിക്കുന്ന ജീവിച്ച ആ സ്ഥലം അസീസി. അവൻ ആകപ്പാട് വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു. അവൻ കുർബാനയെ സ്നേഹിച്ചു, അവൻ ദേവാലയം സന്ദർശിക്കാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. നിന്റെ ജീവിതം മാറൂടെ അങ്ങോട്ടാകാം. നമ്മുടെ ജീവിതമാകാത്ത എന്നാന്ന് പറയും, നമുക്കിതിന് താല്പര്യമില്ല. നീ കുർബാനയുടെ മുമ്പിൽ കമിഴ്ന്നു വീണ് കരയാൻ ഒരുക്കമാണോ? നിന്റെ ജീവിതം ഒരു സന്തോഷമായി ആനന്ദമാക്കി കർത്താവ് മാറ്റും. നീക്ക് ദിവ്യകാര്യ കൈ നീട്ടാൻ ഒരുക്കമാണോ? നിന്റെ കൈ നിറച്ച് ദിവ്യകാര്യനാഥം തന്നിരിക്കും. ഹല്ലേലൂയ. 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 മലയിലേക്ക് കയറി ശിഷ്യന്മാർക്കൂടെ യഹൂദരുടെ പെസഹാ തിരുനാൾ, കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്ന കുഞ്ഞാടിൻ്റെ ബലി ദിവസം അടുത്ത് വരിക. നോക്കിയ മകളെ, മലമുകളിൽ കേൾക്കേണ്ട ഒരു നിലവിളി കുഞ്ഞാടിൻ്റെ നിലവിളിയാണ്. മലമുകളിൽ കേൾക്കേണ്ട ഒരു നിലവിളി, അതാണ് ഈശോയുടെ ഒരു നിലവിളി കിടപ്പുണ്ടെന്നേ. നിന്റെ ഈ പുറത്തേക്ക് ആദളിച്ചാൽ കുഞ്ഞാടിൻ്റെ നിലവിളി കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. അത് നിന്നെ അവശ്യം മാനസാന്തരപ്പെടുത്തുകയും ചെയ്യും. നിന്റെ ഇഷ്ടം നോക്കി, നീ ആ സ്വരം കേൾക്കുന്ന സമയത്ത് you will be invaded by the presence of the mighty presence of God. Hallelujah. നിന്നെ കീഴ്പ്പെടുത്തും കൊച്ചേ, നിന്നെ കീഴ്പ്പെടുത്തും. നിന്റെ അനുവാദം ചോദിക്കാൻ ദൈവം നിൽക്കത്തില്ല. പത്രോസിനോട് അനുവാദം ചോദിച്ചാൽ വള്ളത്തെ കയറണമെന്ന്? പത്രോസിന് അനുവാദം ചോദിച്ചാൽ വള്ളത്തെ കയറിക്കോ? ഇല്ല. He just jumped into the boat of Peter. അനുവാദം ചോദിച്ചില്ല, കയറിയിരുന്നിട്ട് പറഞ്ഞു, മാറ്റിയിടാൻ പറഞ്ഞു. വള്ളം മാറ്റിയിട്ടു. വചനം പറഞ്ഞു, പത്രോസിന്റെ വചനം കേട്ടു. പറഞ്ഞു, മോനെ ആഴത്തിലേക്ക് വലയിട. അവൻ ആഴത്തിലേക്ക് വലയിട്ടു. അടുത്ത നിമിഷം ആഴങ്ങൾ അവനെ പുൽകി. ഹല്ലേലൂയ. ജീവിതമാകാ മക്കളെ. ലിസൺ ടു ദ ലോർഡ്. കുഞ്ഞാടിന്റെ നിലവിളി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊന്നും കേൾക്കുന്നില്ല മക്കളെ. അൾത്താരയിൽ അച്ഛൻ അപ്പം മുറിക്കുമ്പോഴൊക്കെ ഒരു കുഞ്ഞാടിന്റെ നിലവിളി നീ ശ്രദ്ധിച്ചു. നമുക്കന്നേരം കൂട്ടുകാർ കൊട്ടും തുടങ്ങും, പാട്ടുകാർ പാട്ടും തുടങ്ങും. നമ്മളിത് കേൾക്കില്ല. ഒരു പൊന്നു കൂട്ട,
കർത്താവിൻ്റെ ഹൃദയമിടിപ്പൊക്കെ കേൾക്കണോടെ മോനെ. ഇത് അന്ത്യത്താഴ വേളയാണ്. ചെണ്ട കൊട്ടുന്ന പോലെ അവൻ്റെ ചങ്ക് കൊട്ടുന്ന സമയമാണ്. സത്യമായിട്ട് പറ, അച്ഛന് പറയും, എനിക്ക് വേറെ ഒന്നും നിങ്ങളോട് പറഞ്ഞു തരാനില്ലെന്ന്. കുമാരൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കർത്താവിൻ്റെ ചങ്ക് ചെണ്ട കൊട്ടുന്ന പോലെ കൊട്ടുക. അതേ മക്കളെ, അവൻ്റെ ചങ്ക് പൊട്ടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ ഇത്രയൊക്കെ ഒന്ന് മനസ്സിലാക്കി കുമാരനെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജീവിതം മാറിയിട കൂട്ട. ഇന്നൊരു പുതിയ സൃഷ്ടിയായിട്ട് നീ ഇവിടുന്ന് മടങ്ങിപ്പോകാനുള്ള ഒരു ദൈവാനുഭവം കർത്താവ് തരും. ആഗ്രഹിക്കണം മക്കളെ, എനിക്ക് കുഞ്ഞാടിന്റെ നിലവിളി കേൾക്കണം. I wanted to be invaded by his voice. അവന്റെ സ്വരം എന്നെ കീഴ്പ്പെടുത്തണം, അവന്റെ സാന്നിധ്യം എന്നെ കീഴ്പ്പെടുത്തണം. ആഗ്രഹിക്കും മക്കളെ. ഭയങ്കര സുഖമാണത്, ഭയങ്കര സുഖമാണത്. നമുക്ക് പേടിയാ ദൈവത്തെ. He will not steal anything from you. നിന്നിൽ നിന്ന് അവനൊന്നും മോഷിച്ചോണ്ട് പോവില്ല. പകരം നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകങ്ങളോ, ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങളോ, ചിന്തിക്കാൻ പറ്റാത്ത കൃപകളോ നിന്റെ ദൈവം നിനക്ക് തരും. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിത് ഗ്രഹിക്കണം, പൊന്നുമക്കൾ ഇത് ഗ്രഹിക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം. യഹൂദന്റെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കുർബാനയിൽ തമ്പുരാന്റെ കണ്ണുയരുന്നത് കണ്ടോടാ കൂട്ട. കാൽവരി കുരിശിൽ കണ്ണുയർന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. കുർബാന മേശയിൽ കണ്ണുയരും പൊന്നുമക്കളെ. കർത്താവ് വല്ലാണ്ട് നമ്മളെ നോക്കുന്നുണ്ട്. കർത്താവ് വല്ലാണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുക. കൂട്ട, അൾത്താരയിലേക്ക് നോക്ക്. ഒരു കുർബാനയുടെ അർത്ഥം കാർലോ അക്യുറ്റിസ് എന്ന പുണ്യാളൻ്റെ തിരുനാളിൽ നമ്മളിത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ ജനത തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് അവൻ പീലിപ്പോസിനോട് ചോദിച്ചു. അവൻ പീലിപ്പോസിന്, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം കൊടുക്കും? അവൻ്റെ വിഷയം നമ്മുടെ ജീവനാ മക്കളെ. ഇതൊക്കെ സുവിശേഷങ്ങൾ കാണുന്നത്. അവൻ്റെ വിഷയം ഇതാന്ന്. നീ മധ്യസ്ഥ പ്രാർത്ഥന എഴുതിക്കൊണ്ട് വന്നിരിക്കുക. നീ 8 നോമ്പിന് 8 നിയോഗം എഴുതി ഇന്ന് കൊണ്ടത് സമർപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുമ്പ് അവൻ നിന്നെ നോക്കിയിരിക്കുവാണ്. നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും നിനക്ക് അപ്പം തരുന്ന കാര്യത്തെ പറ്റി അവൻ ആലോചിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കളെ തളരാത്ത അപ്പം, ജീവൻ പകരുന്ന അപ്പം, രോഗം സുഖപ്പെടുത്തുന്ന അപ്പം, സങ്കടങ്ങൾ നീക്കുന്ന അപ്പം, നിരാശയകറ്റുന്ന അപ്പം, ജീവൻ പകരുന്ന അപ്പം, പ്രത്യാശ പകരുന്ന അപ്പം. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒച്ചത്തൊരു ഹല്ലേലൂയ പറയാം. ഈ അപ്പം എന്താന്ന്, ഈ അപ്പം എന്താന്ന് നമുക്ക് ഇച്ചിരി കഴിയുമ്പം കാണാം. ഇവർക്ക് കൊടുക്കാൻ അപ്പം വെളിയിൽ പോയി വാങ്ങിക്കുന്ന നല്ല മക്കളെ തമ്പുരാൻ തരുന്ന അപ്പം, കടയിൽ പോയി വാങ്ങിക്കുന്നതല്ല തമ്പുരാൻ തരുന്ന അപ്പം. നിങ്ങൾ തന്നെ അവർക്ക് അപ്പം കൊടുക്കുവേ. ഒരു പുരോഹിതൻ അപ്പമായി മാറണം, ഒരു കന്യാസ്ത്രീ അപ്പമായി മാറണം, ഒരു കുടുംബത്തിലെ അപ്പൻ അപ്പമായി മാറണം, ഒരു കുടുംബത്തിലെ അമ്മ അപ്പമായി മാറണം. ഹല്ലേലൂയ. ഒരു കുർബാനയായി നീ രൂപാന്തരപ്പെടണം കൊച്ചേ. നീ ഒരു കുർബാനയായി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അവൻ മനുഷ്യനായത് അവൻ അപ്പമാകാനാണ്. അവൻ കണ്ടു. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ മനുഷ്യാവതാരം, വിയർക്കുന്നൊരു മനുഷ്യൻ, രക്തമുള്ളൊരു മനുഷ്യൻ, കരയുന്നൊരു മനുഷ്യൻ, വിശക്കുന്നൊരു മനുഷ്യൻ തമ്പുരാനായി മാറുക മക്കളെ. നിനക്ക് വിശക്കുമ്പോഴും, നിനക്ക് നീ കരയുമ്പോഴും, നിനക്ക് തളർച്ച ഉണ്ടാകുമ്പോഴും, ദുഃഖം വരുമ്പോഴും നീ അറിയണമിത്. ഹല്ലേലൂയ. ക്രിസ്തു എന്ന അപ്പത്തെ പറ്റി, ക്രിസ്തു എന്ന മനുഷ്യനെ പറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വലിയ ജനത തന്റെ അടുക്ക് പറഞ്ഞു, നമുക്ക് എവിടെ നിന്ന് ഇവർക്ക് അപ്പം കൊടുക്കും? എവിടെ നിന്ന്?
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെ നിന്ന് ഇവർക്ക് നാം അപ്പം വാങ്ങും? അവരെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ ഈ നിമിഷങ്ങളിൽ നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും ഒക്കെ ഒരു പരീക്ഷണമാണെന്നും നിന്റെ ദൈവത്തിന്റെ പക്കൽ നിന്റെ വേദനകൾക്കും സങ്കടങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് ഈ ദിവ്യ അൾത്താരയിൽ, ഈ ദിവ്യ കുർബാനയിൽ ദൈവം നിന്നെ നോക്കുന്നുണ്ടെന്ന്, അവന് ഹൃദയം ഇടിക്കുന്നുണ്ടെന്ന്, പെരുമ്പക കൊട്ടുന്നത് പോലെ അവനെ ചങ്കിടിക്കുന്ന അവന്റെ കണ്ണുകള് പുതിയ സൂര്യനെ പോലെ നിന്റെ മേല് ഇതാ ഉദിച്ചു നിൽക്കുന്ന ഒരു അനുഭവം. ഈ കരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയേ, ഒച്ചത്തിൽ വിളിച്ച് ഈശോയേ, ഒച്ചത്തിൽ വിളിച്ച് ഈശോയേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ